കിച്ചൻ. ഇന്ന് നമ്മൾ ജോജെ കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബിസ്ക്കറ്റ് അഥവാ കോയിൻ ബിസ്ക്കറ്റ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കിച്ചണിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദപ്പൊടി, അതിൻ്റെ കൂടെ നമ്മളൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സിവ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ മിക്സിക്കകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് വയ്ക്കാം. നമ്മളെടുക്കുന്ന സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. തണുത്തതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇനി അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാരയും കൂടി എടുത്തിട്ട് കൊടുക്കുക. അതിനൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയ്ക്കകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് നമ്മളെ മുട്ടയുടെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആൻഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള് യെല്ലോ കളറാണ്. അത് നിർബന്ധമൊന്നുമില്ല. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു നുള്ള് മഞ്ഞ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി വേണ്ട, ഒരു നുള്ള് മാത്രം മതി. അതിന് ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് അടിച്ചെടുത്ത മുട്ടയുടെ മിക്സ് ഒരു പാത്രത്തിനകത്തേക്ക് പകർത്തി കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മൈദപ്പൊടി അല്പം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് പൊടി അരിക്കുമ്പോഴത്തേനും ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതാണ്. പക്ഷെ ഞാൻ ഇട്ട കളറിനകത്ത് ഒരല്പം ഉപ്പിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് ഞാൻ അതിനകത്തേക്ക് ഉപ്പ് സെപ്പറേറ്റ് ഇടാത്തത്. അല്ലെങ്കിൽ നമ്മൾ പൊടി അരിക്കുമ്പോഴത്തേനും പൊടിയും ബേക്കിംഗ് പൗഡറും ഒരു നുള്ളി ഉപ്പും കൂടെ കൂട്ടിയാണ് പൊടി അരിച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ എപ്പോഴും പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും കുറേശ്ശായിട്ട് പൊടി ഇട്ട് കൊടുക്കുന്നത് അത് കട്ടയായി പോകാതിരിക്കാനായിട്ട് നല്ലതാണ്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് വരും. നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുമ്പോഴത്തേനും ഒത്തിരി കട്ടയായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വാം വാട്ടർ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വാം മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും വാമായിട്ടുള്ളത് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇനി നമുക്ക് അതിനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയെടുക്കാം. പൈപ്പിംഗ് ബാഗ് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പൈപ്പിംഗ് ബാഗാണ്. ഈ ബാഗിനകത്തേക്ക് നമുക്കിതിൻ്റെ അടിയൊന്ന് ചെറുതാക്കി കട്ടാക്കിയതിന് ശേഷം നമ്മൾ എണ്ണ തൂത്ത് പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ചെറിയ കോയിൻ്റെ ഷേപ്പിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നിങ്ങനെ പിരിച്ച് അതിന് തുമ്പിലൊരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് അതിൻ്റെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ പുറത്തേക്ക് വരാൻ സാധ്യത കുറയും. നമുക്കിനി തുമ്പൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കതിന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ട്രേക്കകത്ത് നിറച്ചും ആ പാച്ച്മെൻറ്റ് പേപ്പറിൻ്റെ മുകളിലേക്ക് ഡ്രോപ്പായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിനൊന്ന് നല്ലോണം അതൊക്കെ ഒന്ന് കൊട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 20 to 25 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അത് ഒരു നനവനുസരിച്ചിരിക്കും അതിൻ്റെ വേവ്. അപ്പം 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കത് ഓവനിൽ വെച്ചിട്ട് വരാം. നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് അഥവാ കോയിൻ ബിസ്ക്കറ്റ് നല്ല
പെർഫെക്റ്റ്ലി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് പിള്ളേർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. വളരെ ഈസിയാണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കാതിരിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.